ഓഫീസിലേക്ക് എന്തുകൊണ്ട് ഉദ്യോഗസ്ഥർ എത്തിയില്ല? കാരണം അവരുടെ ഡ്യൂട്ടി സമയം 10 മണിയാണ്. അതിനുശേഷം ഓഫീസിലൊക്കെ വന്ന് ഈ വിവരങ്ങളൊക്കെ കേട്ട് പതുക്കെ അവിടേക്ക് എത്തിയതാണോ സംഭവിച്ചത്? രാവിലെ എപ്പോഴാണ് വിവരം അറിയിച്ചത്? രാവിലെ 7 മണിക്ക് ഞങ്ങളെല്ലാവരും അപ്പുറത്തേക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോഴാണ് വെള്ളം കണ്ടത്. അതിശക്തമായ വെള്ളമായിരുന്നു പുഴയിൽ കൂടെ വന്നിട്ടുണ്ടായത്. ഫയർഫോഴ്സിലേക്ക് അറിയിച്ചു? ഇല്ല, എല്ലാവരും അറിയിച്ചിട്ടും ഇപ്പം വില്ലേജ് ഓഫീസർ ഇപ്പോൾ സമയത്ത് ഈ ടൈമിലാണ് വില്ലേജ് ഓഫീസർ വരെ ഇവിടെ വന്നത്. ഞങ്ങളെ പാവപ്പെട്ട കുറേ ആൾക്കാർ ജോലിക്ക് അവിടെ പോയത് ഒരു തുച്ഛമായ പൈസക്കാണ് അവിടെ പോയി പണിയെടുക്കുന്നത്. ദിവസ വേതനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ കയറി ഇറങ്ങാത്ത സ്ഥലമല്ല. അപ്പോൾ അവർ ചോദിക്കുന്നത് നിങ്ങൾ കല്ലിൻ്റെ അപ്പുറത്താണോ ഇപ്പുറത്താണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ സ്ഥലത്ത് മറ്റു സ്ഥലത്ത് പോയി. ഫയർഫോഴ്സ് എത്താൻ വൈകി. ഫയർഫോഴ്സ് ഇപ്പോഴാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ മഴ കുറഞ്ഞിട്ടാണ് വരുന്നില്ല. സ്വന്തം എസ്റ്റേറ്റിൻ്റെ വണ്ടി ഇവിടുത്തെ നാട്ടുകാരുടെ വണ്ടിയിലാണ് പണിക്കാരിപ്പോൾ അങ്ങോട്ട് ആക്കിയത്. ഒരു പാവപ്പെട്ട ഒരു സ്ത്രീക്ക് സുഖമില്ലാതെ ഇപ്പോൾ അത് കൊണ്ടുപോയിട്ടുണ്ട്. വില്ലേജ് ഓഫീസർ എത്താൻ വൈകിയില്ലേ? വില്ലേജ് ഓഫീസർ ഇപ്പോഴാണ് എത്തിയത്. കാരണം ജീവൻ പോകാനൊക്കെ പോയി കഴിഞ്ഞാൽ ഒത്തിരി കാര്യം മതിയല്ലോ. ഇപ്പൊ ഫയർഫോഴ്സ് വന്നെങ്കിൽ വേണ്ടിയില്ലേ? അവിടെ അത്രയും തൊഴിലാളികൾ അവിടെ കുടുങ്ങി കിടക്കുകയാണ്. ഈ പകലായതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ച് ഞങ്ങൾ എല്ലാവരും കണ്ടു. പകലല്ല, രാത്രിയാണ് സംഭവിക്കുന്നത്. ഞങ്ങളുടെ അവസ്ഥ എന്താ? അതേപോലെ 198 കോടി ഉറുപ്പ്യാണ് ആ വെള്ളത്തിൽ കൂടി ഒഴുകി പോണത്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ? 198 കോടി ഉറുപ്പ്യ ഊരാളുകൾക്ക് കൊടുത്തിട്ട് അവരാണ് അതിന്റെ പണിയെടുക്കുന്നത്. മണ്ണ് എത്ര ദിവസം ഇറ്റാച്ചി ഞങ്ങളോട് ഇവിടുന്ന് മാറി താമസിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് പോകും. ഞങ്ങൾക്ക് പച്ചയിലൂടെ ജീവിക്കാൻ. ഞങ്ങൾ കടയാണ് നിൽക്കുന്നത്, കൂട്ടിക്കിടക്കുന്നത്. ഒരു മനുഷ്യന് ഇവിടെ ഇല്ല. ഞങ്ങൾക്ക് ജീവിക്കാൻ വഴിയില്ല. ഇത് ഞങ്ങൾക്കൊക്കെ ജീവിക്കാൻ വഴിയുണ്ടെന്ന് അയാൾ എഴുതി കൊടുത്തിട്ടുണ്ട് വില്ലേജ് ഓഫീസർ. അങ്ങനത്തെ വില്ലേജ് ഓഫീസർ അവിടെ നിർത്തണം. ഞങ്ങൾക്ക് അയാൾ റിപ്പോർട്ട് എഴുതി കൊടുത്തത് അങ്ങനെയാണ്. പ്രദേശവാസികൾ പറയുന്നത് തന്നെയാണ്. നേരത്തെ വിവരം അറിയിച്ചിട്ടും ഫയർഫോഴ്സും വില്ലേജ് ഓഫീസറും അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അധികൃതർ ആരും തന്നെ ഈ മേഖലയിലേക്ക് എത്തിയില്ല. നമ്മളെത്തി വാർത്ത കൊടുത്തതിന് ശേഷമാണ് ഈ മേഖലയിൽ ഫയർഫോഴ്സ് അടക്കമുള്ള ആളുകൾ എത്തിയത്. നമ്മളോട് രാവിലെ ഈ വിവരങ്ങൾ വിളിച്ചു പറഞ്ഞ യൂനിസ് നമ്മളോടൊപ്പം ചേരുകയാണ്. രാവിലെ നിങ്ങൾ ഫയർഫോഴ്സിനെ വില്ലേജ് ഓഫീസിലേക്ക് അറിയിച്ചായിരുന്നു. ഉടൻ തന്നെ അറിയിച്ചായിരുന്നു. പക്ഷേ അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഇവിടെ സംഭവിക്കുന്നത് ജനം നേരിട്ട് കണ്ടുവരിക്കുക. വെറും അനീതിയാണ് ഈ നാട്ടുകാർ ചെയ്യുന്നത്. അനീതി. ഞങ്ങൾക്ക് പറയാനുള്ളത്, സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് ജോൺ മത്തായിനോട് നിയോഗിച്ചിരുന്നു. ജോൺ മത്തായിനെ കൂടെ ഇവിടെ താമസിപ്പിക്കട്ടെ. ജോൺ മത്തായി പറഞ്ഞത് എന്താ? കേരളത്തിൽ മൊത്തം കണ്ടതാ 50 വർഷത്തേക്ക് ഇനി യാതൊരു ഭീഷണി പ്രദേശത്തില്ല എന്ന് പറഞ്ഞത്. സർക്കാർ പണിയട്ടെ. ജോൺ മത്തായിനോട് താമസിപ്പിക്കട്ടെ. ഇനിയും പാവപ്പെട്ട ഒരുപാട് ജീവൻ എടുത്താലേ ഇവർക്ക് സമാധാനമാവുമല്ലോ. ഞങ്ങൾ ഇനി എങ്ങനെ പ്രതികരിക്കേണ്ടത്? സർക്കാരിന്റെ നിലപാടെന്താ? സർക്കാർ ഞങ്ങൾ തയ്യാറല്ല. പക്ഷെ സർക്കാർ ഇപ്പോൾ കാണിക്കുന്നത് ഈ ദുരന്തബാധയുടെ ചതിയാണ്. അത് മനസ്സിലാക്കണം നിങ്ങൾ. 1020 വീടോളം പറഞ്ഞിട്ട് ഇപ്പോൾ അവസാന കണക്കിൽ കേരള ജനത മൊത്തം കണ്ടല്ലോ. എത്ര വീടാണ് പ്രഖ്യാപിച്ചത്? ഇനിയും എത്ര വീടുകൾ ഇവിടെ ഭീഷണി കഴിയുന്നുണ്ട്? ഈ യൂനിസ് താമസിക്കുന്നത് പടവെട്ടിക്കുന്ന ഭാഗത്താണ്. ആ മേഖലയിലൊക്കെ തന്നെ 27ഓളം കുടുംബങ്ങൾ ഇപ്പോഴും വാസയോഗ്യമാണെന്നാണ് ജോൺ മത്തായി കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം വന്നത്, അല്ലേ? തീർച്ചയായിട്ടും ആ വഴി ഇന്ന് ബ്ലോക്കാ. അങ്ങോട്ടൊരു മനുഷ്യന് കിടക്കാൻ കഴിയില്ല. ശക്തമായ കുത്തൊഴുക്കിൽ ആ ഭാഗത്തേക്കൊക്കെ വെള്ളം കെട്ടി. ശക്തമായ കുത്തൊഴുക്കാ. ഇന്ന് രാവിലെയാണ് അവിടുന്ന് മക്കൾ ഒരു കുടുംബം താമസിക്കുന്ന ഒരു ക്ലാസ് പോയിട്ടുള്ളത്. ഈ സമയത്താണെങ്കിൽ അവരുടെ ജീവൻ ആര് വില പറയും? ഈ ജോൺ മത്തായി വില പറയോ? ജോൺ മത്തായി വില കൊടുക്കുമോ? ഏറിപ്പോയ സർക്കാർ എന്ത് ചെയ്യും? മരിച്ച കുടുംബത്തിന് 10-15 ലക്ഷം കൊടുക്കും. വേറെ ആ ജീവൻ തിരിച്ചു കൊടുക്കാൻ സർക്കാരിന് കഴിയുമോ? ഇതൊരു പാടാക്കി എടുക്കുക. ഇനി ജൂൺ കഴിയുന്നുള്ളൂ. ജൂലൈ വരാൻ നിൽക്കുക, ആഗസ്റ്റ് വരാൻ നിൽക്കുക. ഇനി ശക്തമായൊരു നിലപാട് ഈ നാടിന് വേണ്ടി സർക്കാർ എടുത്തിട്ടില്ലെങ്കിൽ ഈ കേരള സമൂഹത്തോട്, ഈ രാജ്യത്തോട് ചെയ്യുന്ന അനീതിയായിരിക്കും. അത് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. പ്രദേശവാസികൾ പറയുന്ന പോലെ ഇപ്പോൾ മഴയൊക്കെ ആരംഭിച്ചിട്ടേ ഉള്ളൂ. സാധാരണ കഴിഞ്ഞ 2 വർഷമായി വയനാട്ടിൽ വലിയ ഈ സമയത്ത് ഇത്തരത്തിൽ അലംഭാവം, ഒരു ഉദാസീനത ഈ ഉദ്യോഗസ്ഥരുടെ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ മഴ കനത്ത് കൂടുതൽ വെള്ളക്കെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് പ്രതിരോധിക്കാൻ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഇടപെടലുകൾ ഉണ്ടാകണം എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. നേരത്തെ തന്നെ വിവരം അറിയിച്ചിട്ടും ഫയർഫോഴ്സോ അല്ലെങ്കിൽ റവന്യൂ അധികാരികളോ ബന്ധപ്പെട്ട അധികൃതർ ആരും തന്നെ ഈ മേഖലയിലേക്ക് എത്തിയില്ല എന്നും പ്രദേശവാസികൾ പറയുന്നു. ഇതിനെ തുടർന്നാണ് ഇവർ ഫയർഫോഴ്സിന്റെയും ഒപ്പം വില്ലേജ് ഓഫീസറുടെയും വാഹനങ്ങളടക്കം തടയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. സുജ, ഇപ്പോഴും മഴ തുടരുകയാണോ അതോ നേരത്തെ ഉണ്ടായിരുന്ന മഴയ്ക്ക് കുറച്ചൊന്ന് ഇപ്പോൾ ശക്തി കുറഞ്ഞിട്ടുണ്ടോ ദീപക്? സുജ,
ഇടവിട്ട് ശക്തമായ മഴ 7 മണി മുതൽ തന്നെ ശക്തമായ മഴയുണ്ടായിരുന്നു. ഇന്നലെ രാത്രി കനത്ത മഴയായിരുന്നു. അതിനെ തുടർന്ന് ആദ്യം പുന്നപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. പക്ഷേ രാവിലെ 7 മണി മുതൽ ശക്തമായ കുത്തൊഴുക്കും വലിയ ഉരുളൻ കല്ലുകളും കൂറ്റൻ മരങ്ങളുമൊക്കെ പുഴയിലേക്ക് ഒലിച്ചെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ മഴയ്ക്ക് അല്പം ശമനമുണ്ട്. കൂടുതൽ ഫയർഫോഴ്സ് ജീവനക്കാർ പ്രദേശവാസികൾ വാഹനം തടഞ്ഞ സ്ഥലത്ത് നിന്ന് ഇറങ്ങി വേലിപ്പാലത്തിലൂടെ കടന്ന് എതിർഭാഗത്തേക്ക് പോകുന്നുണ്ട്. നിലവിൽ ആ ഭാഗത്തുള്ള 50ഓളം തൊഴിലാളികളെ ഇക്കരയിലേക്ക്, അതായത് ചൂരൽമല ടൗണിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം മറ്റു തൊഴിലാളികളെ, ഈ മേഖലയിലുള്ള തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളികളെ ട്രാക്ടറിലും ജീപ്പിലും ലോറിയിലുമൊക്കെയായി ഈ മേഖലയിലേക്ക് തിരികെ എത്തിച്ചിട്ടുണ്ട്. നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ. അതായത് എതിർഭാഗത്ത് നിന്ന് ഈ മുണ്ടക്കയിൽ ഉണ്ടായിരുന്ന ആളുകളെ, മുണ്ടക്കയിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളെ അടക്കം ജീപ്പുകളിൽ ചൂരൽമലയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ജീപ്പുകൾ ഇപ്പോൾ ഇക്കരെ എത്തിക്കഴിഞ്ഞു. ആ ജീപ്പിലടക്കം തൊഴിലാളികളായിട്ടുള്ള ആളുകളെ സുരക്ഷിതമായി തന്നെ സ്ഥലത്തേക്ക് എത്തിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് ശരിയാണ്.